കണ്ണൂർ LDFന് ചെങ്കോട്ടയാണ്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന്റെ പൊന്നാപുരം കോട്ടയാണ് ഇരിക്കൂർ. ഏത് മലവെള്ളപ്പാച്ചിലും UDFനൊപ്പം നിൽക്കുന്ന മണ്ഡലമാണ് ഇരിക്കൂർ. അവിടേക്കൊരു രണ്ടാം അംഗത്തിനാണ് സജീവ് ജോസഫ് ഇറങ്ങുന്നത്. 40 വർഷമായി UDF തോൽക്കാത്ത മണ്ഡലത്തിൽ വികസനവും വന്യമൃഗ പ്രശ്നങ്ങളും ഉയർത്തിയാണ് സജീവ് ജോസഫ് വോട്ട് തേടുന്നത്. കേരള കോൺഗ്രസിന്റെ മാത്യു കുന്നപ്പള്ളിയാണ് LDFന്റെ സ്ഥാനാർത്ഥി. റിപ്പോർട്ടിലേക്ക്. ഇരിക്കൂറിനെ കുറിച്ച് പൊതുവെ ഒരു പറച്ചിലുണ്ട്. കേരളത്തിൽ കോൺഗ്രസ് മറ്റെവിടെ തോറ്റാലും ഇരിക്കൂർ ഇളകില്ല എന്നുള്ളത്. അങ്ങനെയാണ് ഇരിക്കൂറിൻ്റെ ഒരു ഇരിപ്പുവശം. ഇത്തവണയും വളരെ നല്ല പ്രതികരണമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ UDFൻ്റെ ഒരു ഉരുക്കുകോട്ടയാണ്, തട്ടകമാണ് ഇരിക്കൂർ നിയോജകമണ്ഡലം. അത് രാഷ്ട്രീയത്തിൻ്റെ ശക്തി മാത്രമല്ല, അതിൻ്റെ പ്രധാന കാരണം വികസനോന്മുഖമായ രാഷ്ട്രീയമാണ് മലയോരത്ത്. കാരണം ഏറ്റവും കൂടുതൽ വികസന ആവശ്യങ്ങളുള്ള പിന്നോക്ക മേഖലയാണ് മലയോരം. അപ്പം മലയോരത്തിന് വേണ്ടി ഓരോ ഇഞ്ച് വികസനത്തിനും മാറി മാറി വന്ന UDF സർക്കാരുകൾ വളരെ ക്രിയേറ്റീവായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു. UDFും കോൺഗ്രസുമൊക്കെ വികസനത്തിൽ ഊന്നിയുള്ള രാഷ്ട്രീയമാണ് ഇവിടെ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. എതിർ സ്ഥാനാർത്ഥി കേരള കോൺഗ്രസിൻ്റെ മാത്യു കുന്നപ്പള്ളിയാണ്. NDAയുടേത് 2020 മത്സരിക്കുന്നത്. അപ്പോൾ വലിയ ഒരു വീരുറ്റ മത്സരം ഇവിടെ ഇല്ല എന്നുള്ളൊരു തോന്നലുണ്ടോ? ഒരു തണുത്ത പ്രചരണമാണോ? മൊത്തത്തിൽ ഈസി വാക്ക് ഓവറായിട്ട് തോന്നുന്നുണ്ടോ? ഒരിക്കലും അങ്ങനെ ഒരു ഈസി വാക്ക് ഓവറെന്ന് ഞങ്ങൾക്ക് കരുതാൻ സാധിക്കില്ല. എല്ലാ തെരഞ്ഞെടുപ്പിനെയും അതിൻ്റേതായ പ്രാധാന്യത്തോടെ നോക്കിക്കാണുകയാണ്. വികസനം തന്നെയാണ് പ്രധാനമായും ചർച്ചാ വിഷയമാക്കുന്നത്. മലയോരത്തെ സംബന്ധിച്ച് വികസനമാണ് പ്രധാനപ്പെട്ട അജണ്ട. മറ്റൊന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷകദ്രോഹ നടപടികൾക്കെതിരെയുള്ള അതിശക്തമായ ഒരു താക്കീതായിട്ട് ഈ തെരഞ്ഞെടുപ്പ് മാറും. ഈ വന്യമൃഗശല്യം, കർഷക ആത്മഹത്യ പോലുള്ള വിഷയങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. അതിനൊക്കെ എന്തു പരിഹാരമാണ് MLA എന്ന നിലയിൽ മുന്നോട്ട് വയ്ക്കാനുള്ളത്? കേരളത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമുകളിൽ വന്യമൃഗശല്യത്തിൽ നിന്നും ജനങ്ങൾക്ക് സംരക്ഷണം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ഇനി ഒരു ജീവൻ പോലും പൊലിയാതെ കാത്തു രക്ഷിക്കാനുള്ള ഒരു ആത്മാർത്ഥമായ ഒരു പദ്ധതിയായിരിക്കും UDFൻ്റേത്. UDFൻ്റെ ഉരുക്കുകോട്ടയിൽ ഒട്ടും മുലയാതെ, കനത്ത വേനലിലും ഒട്ടും മുലയാതെ ശക്തമായ പ്രചരണവുമായി മുന്നോട്ട് പോവുകയാണ് UDF സ്ഥാനാർത്ഥി സജീവ് ജോസഫ്. ഇരിക്കൂറിൽ നിന്നും രജീഷ് കരിവള്ളൂരിനൊപ്പം അജീഷ് ജയകുമാർ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.